RSSന്റെ വോട്ട് കിട്ടി ആ മുന്നണിയിൽ ജയിച്ചു വന്ന ആളാണ് പിണറായി വിജയൻ. അന്നത്തെ ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി ഒരുമിച്ച് മത്സരിച്ച് ഒരേ പാനലിൽ മത്സരിച്ച് KG മാരാരാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിച്ചത്. അങ്ങനെ വന്ന ആളാണ്. ബാബറി മസ്ജിദും പറയുന്ന പശ്ചാത്തലം എന്താണ്? 100% ഞാൻ പറയാം. ബാബറി മസ്ജിദിന്റെ കാര്യം ഞാൻ പറയാം. ബാബറി മസ്ജിദിന്റെ കാലത്താണ് ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് നിരോധിച്ചിട്ടുണ്ട് സാർ. അതിന് RSS CPM എപ്പോഴാണ് വോട്ട് കൊടുത്തത്? എപ്പോ വാങ്ങി? പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞ ബുദ്ധിമുട്ടിലായി. അസത്യം പറയുന്നു. മാധ്യമപ്രവർത്തകയായ സ്മൃതി പരുത്തിക്കാട് പോലും CPM BJP സഖ്യമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, മാധ്യമപ്രവർത്തകയാണ്, രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളും ചരിത്രവും ഒക്കെ അരച്ചു കലക്കി കുടിച്ച ആളുമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ പറയുന്ന CPM BJP സഖ്യം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ സത്യമുണ്ടെന്ന് തന്നെ പലരും കരുതും. അങ്ങനെയുള്ള ധാരാളം പേർ നമുക്കിടയിൽ തന്നെയുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഇതിപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യങ്ങളല്ല. മുൻപും CPMനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, CPM BJP സഖ്യം എന്ന് പറയുന്നത് CPMനെ ആക്രമിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ BJP നേതാക്കളോട് കോൺഗ്രസ്സുകാരോ അതുപോലെയുള്ള മറ്റു പാർട്ടിക്കാരോ ആരും പോയി ചോദിക്കില്ല, നിങ്ങൾ CPMുമായി കൂട്ടുകൂടിയിട്ടില്ലേ എന്ന്. കാരണം BJPയെ സംബന്ധിച്ച് അതൊരു ബഹുമതിയാണ്. CPMുമായി BJPക്ക് കൂട്ടുചേരാൻ പറ്റി എന്നുള്ളത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാനത്ത് കോൺഗ്രസ് ലീഗ് BJP സഖ്യം ഉണ്ടായിരുന്നുവെന്നത് ശരിവച്ച് BJP നേതാവ് MD രമേശ് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് CPM BJP ധാരണ ഉണ്ടായിരുന്നുവെന്നും KG മാരാർക്ക് വേണ്ടി പിണറായി വിജയൻ ഇലക്ഷൻ ഏജന്റായി പ്രവർത്തിച്ചു എന്നുമായിരുന്നു അന്ന് MD രമേശ് പ്രസ്താവന നടത്തിയത്. സമാനമായ മറ്റൊരു പ്രസ്താവന മുൻപ് പഴയ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയിരുന്നു. 1977 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSSുമായി കൈകോർത്ത് പിടിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂത്തുപറമ്പിൽ മത്സരിച്ചപ്പോൾ രാപ്പകൽ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ഓടി നടന്ന യുവാവായ കോടിയേരി ബാലകൃഷ്ണനെ ആരും മറന്നാലും തനിക്ക് മറക്കാനായില്ലെന്നാണ് കുറച്ചു കാലം മുൻപ് മുല്ലപ്പള്ളി വ്യക്തമാക്കിയത്. മാത്രമല്ല, ഉദുമയിൽ മത്സരിച്ച RSS നേതാവായിരുന്ന KG മാരാരെ വിജയിപ്പിക്കാൻ CPM നേതാക്കൾ ശക്തമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്മൃതി പരുത്തിക്കാട്, MD രമേശ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവരൊക്കെ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? 1977 CPM BJP നേതാക്കളെ വിജയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. BJP നേതാക്കൾ തിരിച്ചും ശ്രമിച്ചിരുന്നു. സത്യത്തിൽ എന്താണ് ഈ 1977 നടന്നത്? അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ 1977 പൊതു തെരഞ്ഞെടുപ്പിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അത്? പലർക്കും അറിയാമായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ അവർ അറിയാൻ വേണ്ടി മാത്രം പറയുകയാണ്. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ്. അതായിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. 1977 മാർച്ച് 3-ന് CPM സ്ഥാനാർത്ഥിയായിരുന്ന T ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പാലക്കാട് ഗൗഡർ തിയേറ്ററിൽ LK അദ്വാനി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ മുൻപ് പ്രചരിച്ചിരുന്നു. ഈ ചിത്രത്തെ ഉയർത്തിക്കാട്ടി CPM BJP ബന്ധത്തിന് തെളിവുണ്ടെന്ന തരത്തിൽ കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സത്യത്തിൽ ഇതെല്ലാം കേരളത്തിലെ പുതിയ തലമുറയെ അന്നാകെ കൺഫ്യൂഷനാക്കി. BJPക്കെതിരെ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്ന CPM BJP നേതാക്കളുമായി ബന്ധം പുലർത്തിയിരുന്നെന്ന് പറയുമ്പോൾ, അതിന് തെളിവുകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായി ഞെട്ടലുണ്ടാകും. CPM BJP നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നുവെന്നോ എന്നായിരിക്കും അവർ ആലോചിക്കുക. ഇതിപ്പോൾ എന്താ കഥ എന്നായിരിക്കും അവർ ഓർക്കുക. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, 1977 മാർച്ച് 3-ന് LK അദ്വാനി പാലക്കാട് മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. CPM സ്ഥാനാർത്ഥി T ശിവദാസ മേനോന് വേണ്ടി വോട്ടും ചോദിച്ചിരുന്നു. പക്ഷേ അത് ജനസംഘ നേതാവായോ RSS നേതാവായോ BJP നേതാവായോ അല്ല എന്നുള്ളതാണ് ഇക്കഥയിലെ പ്രധാന ട്വിസ്റ്റ്. ഇന്ത്യയിലെ ജനങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിച്ച് അടിയന്തരാവസ്ഥ അരങ്ങു തകർക്കുമ്പോൾ ദേശീയ തലത്തിൽ ചില സംഭവങ്ങൾ നടന്നു. കോൺഗ്രസിനെതിരെ നിലകൊണ്ടിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു. അവർ ഒറ്റക്കെട്ടായി അടിയന്തരാവസ്ഥയ്ക്കും ഇന്ദിരാഗാന്ധിക്കുമെതിരെ രംഗത്തെത്തി. 1977 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദേശീയ തലത്തിലൊരു മുന്നണി രൂപം കൊണ്ടിരുന്നു, ജനതാ മുന്നണി. ഇന്ദിരാഗാന്ധിയുടെ അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയ്ക്കെതിരെ ജനാധിപത്യത്തിനായുള്ള പോരാട്ടത്തിനു വേണ്ടിയാണ് പ്രതിപക്ഷത്തെ വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിൽ ആ മുന്നണി രൂപം കൊണ്ടത്. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയുടെ ഭാഗമായുള്ള ഭീകരാവസ്ഥയ്ക്കെതിരെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ജനതാ മുന്നണി
1977 ജനുവരി 23-നാണ് ജനതാ പാർട്ടിയാകുന്നത്. അന്നത്തെ കോൺഗ്രസ് ഭരണത്തിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ ഐക്യമുന്നണിയായി പിറന്ന പാർട്ടിയിൽ സ്വതന്ത്ര പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഭാരതീയ ലോക്ദൾ, സംഘടനാ കോൺഗ്രസ് എന്നിവയും ലയിച്ചു. പൊതുചിഹ്നത്തിൻ്റെ സൗകര്യാർത്ഥം ലയിച്ച പാർട്ടികളിലൊന്നായ ചരൺ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള BLD എന്ന ഭാരതീയ ലോക്ദളിൻ്റെ കലപ്പ ഏന്തിയ കർഷകനായിരുന്നു ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. മാത്രമല്ല, BLDയുടെ പേരിലാണ് ജനതാ പാർട്ടി അന്ന് മത്സരിച്ചതും. മൊറാർജിക്ക് ഒപ്പം ചരൺ സിംഗ്, ഫെർണാണ്ടസ്, യുവ തുർക്കികളായ ചന്ദ്രശേഖർ, മോഹൻദാരിയ തുടങ്ങിയവരും ജനതാ പാർട്ടിയുടെ നേതൃനിരയിലുണ്ടായിരുന്നു. ജനസംഘവും ആ പാർട്ടിയിൽ ലയിച്ചു. ജനസംഘം ജനതാ പാർട്ടിയിൽ ലയിച്ചതോടെ അവരും CPM ഉൾപ്പെടുന്ന ജനതാ മുന്നണിയുടെ ഭാഗമായി മാറി. അന്നത്തെ ജനതാ പാർട്ടിയുടെ നേതാക്കളായാണ് KG മാരാരും O രാജഗോപാലും ഉൾപ്പെടെയുള്ള പിൽക്കാല BJP നേതാക്കൾ 1977 തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ ജനതാ മുന്നണിയുമായാണ് അന്ന് ഇടതുപക്ഷം സഹകരിച്ചതും. ഉദുമ ഉൾപ്പെടെ 25ഓളം നിയമസഭാ മണ്ഡലങ്ങളിലും 3 ലോക്സഭാ മണ്ഡലങ്ങളിലുമാണ് 1977 കേരളത്തിൽ ജനതാ പാർട്ടി മത്സരിച്ചിരുന്നത്. KG മാരാർക്ക് പുറമെ MB വീരേന്ദ്രകുമാർ, K ചന്ദ്രശേഖരൻ, അലക്സാണ്ടർ പറമ്പിത്തറ, SM നൂഹ്, PA ഹാരിസ് തുടങ്ങിയവരും ജനതാ പാർട്ടി സ്ഥാനാർത്ഥികളായിരുന്നു എന്നുള്ളത് ഇന്നും പലരും മറന്നുപോയിരിക്കുന്നു. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിതാണ്. കണ്ണൂരിലെ സിംഹം എന്ന് കോൺഗ്രസ്സുകാർ പാടിപ്പുകഴ്ത്തുന്ന K സുധാകരൻ അന്ന് ജനതാ പാർട്ടിയുടെ യുവ നേതാവായിരുന്നു. എങ്ങനെയുണ്ട്? വടകര, കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ജനതാ പാർട്ടി മത്സരിച്ചത്. അവിടങ്ങളിൽ യഥാക്രമം അരങ്ങു ശ്രീധരൻ, M കമലം, P വിശ്വംഭരൻ എന്നിവരായിരുന്നു സ്ഥാനാർത്ഥികൾ. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെയും പ്രതിപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ജനതാ പാർട്ടി തന്നെയാണ്. VC ചെറിയാനായിരുന്നു സ്ഥാനാർത്ഥി. അന്ന് 1977 തിരഞ്ഞെടുപ്പിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഇടതുമുന്നണി സഖ്യകക്ഷിയായിരുന്നു. മുസ്ലിം ലീഗിലെ ET മുഹമ്മദ് ബഷീർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി തിരുവമ്പാടിയിൽ നിന്നുമാണ് ജനവിധി തേടിയത്. കോൺഗ്രസിലെ സിറിയക് ജോൺ ആയിരുന്നു എതിരാളി. നാവടക്കൂ, പണിയെടുക്കൂ, ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ എന്നീ മുദ്രാവാക്യങ്ങളുമായാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അഴിമതിക്കെതിരെ സമ്പൂർണ്ണ വിപ്ലവം, സിംഹാസൻ ഛോഡോ കി ജനത ആത്തി ഹേ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ജനതാ പാർട്ടിയുടെ പ്രചരണം. ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ കേരളത്തിലും ഒരു മുദ്രാവാക്യം മുഴങ്ങിക്കേട്ടിരുന്നു. അടിയന്തരാവസ്ഥ അറബിക് കടലിൽ എന്ന പ്രശസ്തമായ മുദ്രാവാക്യം. അന്ന് ജനതാ പാർട്ടി 298 സീറ്റുമായി ഭരണം പിടിച്ചപ്പോൾ കോൺഗ്രസ് 189 ഒതുങ്ങുകയും ചെയ്തു. പ്രതിപക്ഷ പാർട്ടികളുടെ ആ കൂട്ടായ്മയിൽ അംഗമായി അടിയന്തരാവസ്ഥയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തിയതിനെയാണ് സ്മൃതി പരുത്തിക്കാടും മുല്ലപ്പള്ളി രാമചന്ദ്രനും MG രമേശുമൊക്കെ 1977 CPM BJP ബാന്ധവം എന്ന് പറയുന്നത്. പറയാൻ മറന്നു, അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ മത്സരിച്ച KG മാരാർ തോറ്റുപോയിരുന്നു. MK ബാലകൃഷ്ണനോട് 3545 വോട്ടിനാണ് തോറ്റത്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അതുകൊണ്ട് 2 വർഷം കഴിഞ്ഞുണ്ടായ സംഭവങ്ങൾ കൂടി പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി അധികാരത്തിലെത്തി. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ 1977 മാർച്ച് 24 മുതൽ 1979 ജൂലൈ 28 വരെ ജനതാ പാർട്ടി ഇന്ത്യ ഭരിച്ചു. ഈ മന്ത്രിസഭയിൽ വാജ്പേയി വിദേശകാര്യമന്ത്രിയും അദ്വാനി വാർത്താ വിതരണ മന്ത്രിയുമായിരുന്നു. എന്നാൽ ഇവർ ഉൾപ്പെടുന്ന മുൻ ജനസംഘ നേതാക്കൾ RSSുമായി ബന്ധം തുടർന്നതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഈ നേതാക്കൾ ഒരേ സമയം ജനതാ പാർട്ടിയിലും RSSലും അംഗമായിരിക്കുന്നതിനെതിരെ രാജ്നാരായണൻ രംഗത്തെത്തുകയും മന്ത്രിസഭയിലെ RSS അംഗങ്ങളായ വാജ്പേയി, അദ്വാനി എന്നിവരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇരട്ട പദവി പ്രശ്നത്തിൽ അന്നത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന ചരൺ സിംഗ് കൂടി രംഗത്തെത്തിയതോടെ മൊറാർജി രാജിവെച്ചു. തുടർന്ന് 1979 ജൂലൈ 29 ചരൺ സിംഗ് ജനതാ പാർട്ടി സെക്കുലർ എന്ന പാർട്ടി രൂപീകരിച്ച് കോൺഗ്രസ് പിന്തുണയോടെ മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ പിന്തുണയോടെ 24 ആഴ്ച ചരൺ സിംഗ് ഇന്ത്യ ഭരിച്ചു. അപ്പോൾ വാജ്പേയിയും സംഘവും എന്തു ചെയ്യുകയായിരുന്നു? ചരൺ സിംഗ് സംഘവും ജനതാ പാർട്ടി സെക്കുലർ രൂപീകരിച്ച് പോയതോടെ വാജ്പേയി, അദ്വാനി സംഘം ജനതാ പാർട്ടിയിൽ തന്നെ തുടരുകയായിരുന്നു. ഇനിയാണ് രസം. ആരെയാണോ ഭരണത്തിൽ നിന്നും പുറത്താക്കാൻ ജനസംഘം ജനതാ പാർട്ടിയിൽ ലയിച്ചത്, അവരുടെ മുന്നണിയിൽ തന്നെ അന്ന് പുറത്താക്കാൻ നടന്നവർ ഒന്നുകൂടി മത്സരിക്കുന്നതും കാണാൻ കഴിഞ്ഞു. 1980 O രാജഗോപാൽ കാസർഗോഡ് ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് മുന്നണിയിലായിരുന്നു മത്സരിച്ചത്. അന്ന് CPMൻ്റെ
എം രാമണ്ണ റേയോടാണ് ഒ രാജഗോപാൽ തോറ്റത്. സത്യത്തിൽ അന്ന് കോൺഗ്രസും RSSും ഒരുമിച്ച് കൂടി രാജഗോപാലിന് വേണ്ടി നല്ലവണ്ണം അധ്വാനിച്ചിരുന്നു. പക്ഷേ 73,587 വോട്ടിനാണ് രാജഗോപാൽ പരാജയം ഏറ്റുവാങ്ങിയത്. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങളം മണ്ഡലത്തിൽ നിന്നുമാണ് KG മാരാർ കോൺഗ്രസ് മുന്നണിയിൽ ജനവിധി തേടിയത്. എന്നാൽ AK ശശീന്ദ്രനോട് KG മാരാർ 5,890 വോട്ടിന് തോറ്റു. ഒറ്റപ്പാലത്ത് മത്സരിച്ച PR നമ്പ്യാരും ചവറയിൽ മത്സരിച്ച C രാജേന്ദ്രനും ആ പഴയ ജനസംഘത്തിൻ്റെ പിന്തുണച്ചക്കാരായിരുന്നു, അതായത് RSS പിന്തുണയുള്ളവർ. പക്ഷെ എന്തു ചെയ്യാം, അവരും തോറ്റു. കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയുടെ അനുവാദത്തോടെയാണ് K കരുണാകരൻ ജനതാ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയതും അവരുമായി ചേർന്ന് മത്സരിച്ചത് എന്നുള്ളതുമാണ് മറ്റൊരു തമാശ. പക്ഷേ യഥാർത്ഥ തമാശ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ്. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും VM സുധീരനുമെല്ലാം അന്ന് ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു. എന്താണ് കാരണമെന്നോ? അടിയന്തരാവസ്ഥയ്ക്കും ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ നിലപാടിനുമെതിരെയുള്ള പ്രതിഷേധമെന്ന നിലയിൽ വാജ്പേയി, അദ്വാനി, വിജയരാജ സിന്ധ്യ, BS ശെഖാവത്ത്, സിക്കന്ദർ ഭട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ 1980 ഏപ്രിൽ 6 ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിക്കുകയും ഹിന്ദുത്വം എന്ന ലക്ഷ്യത്തിലൂന്നി കരുക്കൾ നീക്കി അവർ ഇന്ന് ഇന്ത്യ ഭരിക്കുകയും ചെയ്യുന്നു. BJP നേതാവ് MG രമേശിന് ചിലപ്പോൾ പഴയ കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുത്തു കാണില്ല. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പഴയതൊന്നും മറക്കാത്ത ആളാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ പുള്ളി അത് മനഃപൂർവ്വം മറക്കുന്നതാണ്. എന്നാൽ മാധ്യമപ്രവർത്തകയായ സ്മൃതി പരുത്തിക്കാടിനെ കാര്യങ്ങൾ അറിയാത്തതാണോ അതോ മനഃപൂർവ്വം മറക്കുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. രണ്ടായാലും അതൊരു വലിയ പ്രശ്നം തന്നെയാണ്.